മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ അവർ മതം നോക്കി മാത്രം വോട്ട് ചെയ്യുന്നവരാണ്. മതപരമായ അവർക്ക് സാമാന്യമായി ഇവിടെ നടക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ വ്യവഹാരങ്ങളിലോ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ പ്രത്യേകിച്ച് അറിവോ ധാരണയോ ഇല്ല. അവർ തിരഞ്ഞെടുപ്പുകളെ കാണുന്നത് കാഫിർ, കൗം ഇങ്ങനെയൊക്കെയുള്ള മതപരമായ പദാവലികളിലൂടെയാണ് എന്നതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് CPIM പുലർത്തുന്ന അടിസ്ഥാന ഭാവന എന്നുള്ളതാണ്. ഏതെങ്കിലും നിലക്കുള്ള ആധുനികമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനോ രാഷ്ട്രീയ വ്യവഹാരങ്ങൾക്കോ ശേഷിയില്ലാത്ത ഒരു അധകൃത മതജീവി വർഗമാണിവർ എന്ന സന്ദേശമാണിത് പുറത്തേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഈ നിലക്കുള്ള മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വ്യവഹാരങ്ങളെല്ലാം മതത്തിൻ്റെ ഫ്രെയിമിനകത്തുകൂടെ മാത്രമേ അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിലൂടെ മാത്രമേ അവർക്ക് നോക്കിക്കാണാൻ പറ്റുന്നുള്ളൂ, അതിലൂടെ മാത്രമേ വ്യാഖ്യാനിക്കാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ ആധുനിക ജനാധിപത്യ പ്രക്രിയയിൽ മറ്റെല്ലാവരും ഇടപെടുന്നത് പോലെ അതിനോട് എൻഗേജ് ചെയ്യുന്നത് പോലെ എൻഗേജ് ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരു വർഗമാണിവർ എന്ന ഇവരുടെ അകത്ത് വേറുന്ന കാഴ്ചയുണ്ടല്ലോ, അവരുടെ സങ്കല്പമുണ്ടല്ലോ, അത് അറിയാതെ പുറത്തേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. അത് പല സ്വഭാവത്തിൽ. അതുകൊണ്ടാണ് മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി ജയിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്താണ് പറയുന്നത് അവിടെ പണ്ടേ വർഗീയമായ ഉള്ളടക്കമാണ്. വയനാട്ടിൽ പ്രിയങ്ക ജയിച്ചപ്പോൾ A വിജയരാഘവൻ എന്താ പറയുന്നത് അത് മുസ്ലിം വർഗീയ ശക്തികളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഇതൊക്കെ ഓൺ റെക്കോർഡോട് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ഞാൻ പറയുന്നത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, നിസ്സാരമായൊരു സംഭവമല്ല. കഴിഞ്ഞ കുറേ കാലമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം വിരുദ്ധ വംശീയ പ്രചാരണങ്ങളുടെ തുടർച്ചയിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ആ സ്വാഭാവികത എന്ന് വെച്ചാൽ നമ്മൾ നിരന്തരം ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു സംഗതിയെക്കുറിച്ച് ആലോചിക്കുകയും പറയുകയും അത് തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഇൻറ്റേർണലൈസ് ചെയ്യപ്പെടും, ആന്തരികവൽക്കരിക്കുക എന്ന് പറയും. ഈ മുസ്ലിം വിരുദ്ധത ആന്തരികവൽക്കരിക്കപ്പെട്ട് അതിനെ കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും കൺട്രോൾ ചെയ്യാതെ പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. ഞാൻ ഈ വേദിയിൽ പല സമയത്ത് പറഞ്ഞ കാര്യമുണ്ട്. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അല്ലെങ്കിൽ ടേക്ക് ഹോം എന്താണെന്ന് ചോദിച്ചാൽ CPIM ആശയപരമായി അടിസ്ഥാനപരമായി ഒരു ഇസ്ലാമോഫോബിക് പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയോ അല്ല. പക്ഷേ ഈ ഭരണകാലം എന്ന് പറയുന്നത് മുസ്ലിം വിരുദ്ധതയെ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയ്ക്ക് അതിനെ നോർമലൈസ് ചെയ്ത അതിനൊരു സ്റ്റേറ്റ് പാട്രണേജ് നൽകിയ കാലം എന്നുള്ളതാണ് പിണറായി വിജയൻ ഭരണകാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് ഹോം എന്ന് പറയുന്നത്.